ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. കടകംപള്ളിയുമായി അടുത്ത ബന്ധമെന്നാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ. കടകംപള്ളി 2 തവണ പോറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. 2017 മുതൽ കടകംപള്ളിയുമായി അടുത്ത സൗഹൃദമുണ്ടെന്നും പോറ്റി SITക്ക് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും എന്നാൽ ഉപഹാരങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നുമായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും അന്വേഷണം നടക്കട്ടെ എന്നും കടകംപള്ളി പറഞ്ഞു. ഞാൻ ഒരു വട്ടമേ പോയിട്ടുണ്ട്. അത് രഹസ്യമായിട്ടല്ല പോയത്, പരസ്യമായിട്ടാണ് പോയത്. ഒറ്റ പ്രാവശ്യം അത് എന്റെ കൂടെ പോലീസും ഉണ്ടായിരുന്നു. എനിക്ക് 3 ഗൺമാൻമാരുണ്ട്. അതിൽ ഒരു ഗൺമാനും ഉണ്ടായിരുന്നു. 1-2 പോലീസ് വാനും ഒക്കെ ഉണ്ടായിരുന്നു പോകാനായിട്ട്, വഴി കാണിച്ചു തരാനൊക്കെ പോയിട്ട്. മറ്റു പ്രാവശ്യം പോയിട്ടുള്ള പോയത് വാസ്തവമാണ്. ഞാനത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ അന്വേഷക സംഘം എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അന്വേഷക സംഘത്തിന് കൊടുത്ത മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചടങ്ങിനാണ്. കൃത്യമായിട്ട് ഒരു ചടങ്ങ് 8-9 വർഷത്തിന് മുമ്പുള്ളൊരു കാര്യമാണ്. ഏത് ചടങ്ങാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഒരു കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. പത്മകുമാർ സഖാവിന്റെ സഖാവ് കടകംപള്ളി, ഒപ്പം പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ പോറ്റിയെ പോറ്റിയ അതേ ആൾ തന്നെയാണോ? കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെയാണ് പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴി അഴിയാക്കുരുക്കാകുന്നത്? കടകംപള്ളിക്ക് എന്തായാലും ഈ പുതുതായി വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നേരത്തെ തന്നെ ഈ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പത്മകുമാർ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പോറ്റിയും തനിക്ക് കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി 2017 മുതൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന മൊഴി SITക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് 2017 മുതൽ സൗഹൃദമുണ്ട്, കടകംപള്ളിയുമായി അടുത്ത ബന്ധമുണ്ട്, കടകംപള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിക്ക് പിന്നാലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ പോറ്റിയുടെ വീട്ടിൽ താൻ പോയിട്ടുണ്ട്, പക്ഷേ അന്നത്തെ പോറ്റിയല്ല ഇന്നത്തെ പോറ്റി. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിലേക്കുള്ള കാര്യങ്ങളാണ്. ഇത് താൻ നേരത്തെ SITയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു വൈരുദ്ധ്യം എന്നുള്ളത്, നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഈ SIT ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് തന്നെ വിളിച്ചു വരുത്തിയത് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിലാണ്. അത് കടകംപള്ളി സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആളെന്ന നിലയിലല്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമടക്കം കൃത്യമായി തന്നോട് ചോദിച്ചിരുന്നുവെന്നും അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, രഹസ്യമായിട്ടല്ല പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മൊഴി നൽകിയിരുന്നു. എന്തിനാണ് പോയതെന്നുള്ള കാര്യത്തിൽ ഓർമ്മയില്ലെങ്കിലും അവിടെ പോയിരുന്ന കാര്യം സംബന്ധിച്ച് മൊഴി നൽകിയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ വീണ്ടും ദുർബലമാകുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ള അടുത്ത ബന്ധം അത് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന് കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങൾ അത് കൂടുതൽ ബലപ്പെടുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇനി കടകംപള്ളിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ED ഓർമ്മ നന്നായി വെപ്പിച്ചു കൊടുക്കും. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.